ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. ഒരുപാട് വിദ്യാർത്ഥികളുടെ നല്ല പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകൾ, ഒരുപാട് ആശ്വാസം ലഭിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ക്ലാരിഫിക്കേഷൻ ലഭിക്കുന്നുണ്ട് എന്ന കമൻറ്റുകളും കൂടി കാണുമ്പോഴാണ് നിങ്ങൾക്ക് അടുത്ത വീഡിയോകൾ ചെയ്യാനുള്ള ഒരുപാട് ആത്മവിശ്വാസവും അതുപോലെ മോട്ടിവേഷൻ ലഭിക്കുന്നത്. പ്രത്യേകിച്ച് ഏറ്റവും അവസാന സമയത്ത് വന്ന ലൈവിലൊക്കെ വിദ്യാർത്ഥികളുടെ ആ ഒരു എൻഗേജ്മെൻറ്റ്, കാരണം കീമാണ് നമുക്കറിയാം, വലിയ സ്റ്റുഡൻറ് കമ്മ്യൂണിറ്റി ഒന്നും അല്ല, അതും നമ്മുടെ ഓൺലൈനിൽ ആക്റ്റീവ് ആയിട്ടുള്ളത് ഒരു 25,000-നകത്ത് വിദ്യാർത്ഥികളാണ്. സോ അവർക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്, അത് ഈ രീതിയിൽ സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷം. എന്തായാലും ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കീം വിദ്യാർത്ഥികൾക്ക് കീം റാങ്ക് ലിസ്റ്റ് വന്ന് ഇനി അഡ്മിഷന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരുപാട് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്തേക്കാവുന്ന ഒരു വസ്തുതയാണ്. പക്ഷെ പലർക്കും ഇത് അറിയില്ല എന്നുള്ളതാണ് ഒരു കാര്യം. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ ഏത് റാങ്കും ആയിക്കോട്ടെ, നിങ്ങൾക്ക് സ്റ്റിൽ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഈ കീം എന്ന് പറയുന്ന റാങ്ക് കുറഞ്ഞു പോയി, ഞങ്ങൾ ആ ഒരു ലിസ്റ്റിൽ നിന്ന് തന്നെ ഔട്ടായി എന്ന് ചിന്തിച്ചിരിക്കുന്നവർക്ക്, ഇപ്പോൾ 20,000 25,000 ഒക്കെ വരുമ്പോൾ നിങ്ങൾ മാനസികമായിട്ട് വളരെ പിന്നിലാണ് എന്ന് ചിന്തിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളും അതുപോലെ തന്നെ രക്ഷകർത്താക്കളും ഉണ്ട്. അപ്പോൾ സ്റ്റിൽ നമ്മുടെ കേരളത്തിലെ ഗവൺമെൻറ് കണ്ടീഷൻ എന്താണ്, കോളേജുകളുടെ സീറ്റിൻ്റെ അവസ്ഥ എന്താണ്, ഈ ഒരു തരത്തിൽ കുറഞ്ഞ റാങ്കുകൾ വെച്ച് എങ്ങനെ അഡ്മിഷൻ ഉറപ്പാക്കാം, കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം, 73,000-ലധികം വിദ്യാർത്ഥികൾ ഇപ്പോൾ കീമിന് ക്വാളിഫൈഡ് ആയിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലിസ്റ്റിൽ, റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുണ്ട് എന്നാണ് അർത്ഥം. അതെല്ലാവർക്കും അഡ്മിഷൻ കിട്ടണം എന്നല്ല, അതല്ല ക്വാളിഫൈഡ്. ഇനി ഇതിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള പല കോളേജുകൾ, അത് ഗവൺമെൻറ് ആവാം, കോസ്റ്റ് ഷെയറിംഗ് ആവാം, എയ്ഡഡ് ആവാം, അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസിംഗ് ആവാം, എല്ലാം കൂടി ചേർത്തിട്ട് 49,600-ലധികം സീറ്റുകൾ, അതായത് എഞ്ചിനീയറിംഗ് സീറ്റുകൾ നമ്മുടെ കേരളത്തിൽ നിലവിലുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ ഈ 73,000 പേരും എഞ്ചിനീയറിംഗ് എടുക്കാൻ വേണ്ടി അങ്ങ് പോവല്ല. ചിലർ നാഷണൽ NIT JEE ആ രീതിയിൽ അങ്ങ് പോകും. വേറെ ചിലർ ഡിഗ്രിക്ക് പോകുന്നവരുണ്ട്. പിന്നെ വേറെ കുറേ പേര് റിപ്പീറ്റിന് പോകുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളവരെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഏകദേശം 55,000 പേര് വരുന്നുണ്ടെന്ന് വിചാരിക്കാം. ഈ 55,000 പേരാണ് ഈ 49,000 സീറ്റിന് വേണ്ടി അപേക്ഷിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ നിങ്ങളുടെ മുന്നിലുള്ള കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് വളരെ വളരെ കുറവാണ്. കാരണം ഓൾറെഡി 49,600 സീറ്റുകളുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കേരളത്തിൽ അഡ്മിഷൻസ് പ്രോബബിലിറ്റി കഴിഞ്ഞ വർഷത്തെ ഡേറ്റയൊക്കെ എടുത്ത് നോക്കുമ്പോൾ ചില കോഴ്സുകളുണ്ട്, ചില സെപ്പറേറ്റ് കോഴ്സുകൾക്ക് അങ്ങനെ വലുതായിട്ട് ആരും അപ്ലൈ ചെയ്തിട്ടില്ല. സ്റ്റിൽ അവിടെ വേക്കൻറ്റ് സീറ്റുകളുണ്ട്. അതിൽ നിങ്ങൾക്ക് നോക്കി ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം അപ്ലൈ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കൂടി അവിടെയുണ്ട്. ഇനി ഈ 49,600 സീറ്റുകൾ എങ്ങനെയാണ് ഡിവിഷൻ വരുന്നതെന്ന് കൂടി നമുക്ക് നോക്കാം. നിലവിൽ കേരളത്തിലെ ഗവൺമെൻറ് കോളേജുകൾ 9 കോളേജുകളും അതുപോലെ തന്നെ ISRT കോളേജുകൾ 3 കോളേജുമാണ് ഉള്ളത്. ഈ 9 കോളേജിലും കൂടി ചേർത്തിട്ട് ഗവൺമെൻറ് സീറ്റുകൾ ഏകദേശം 4,050-ലധികം ഉണ്ട്. അതിപ്പോൾ കൂടാം, ചിലപ്പോൾ പുതിയ അഡ്മിഷൻ കാര്യങ്ങൾ കുറച്ചുകൂടി വരുമ്പോൾ സീറ്റുകൾ കൂടിയേക്കാം. എന്തായാലും നിലവിൽ 4,050, നമുക്കൊരു 4,200 എടുക്കാം. അത് കൂടാതെ വരുന്നത് ഇനി ഞാൻ പറഞ്ഞ പോലെ കോസ്റ്റ് ഷെയറിംഗ് കോളേജുകളും ബാക്കിയാണ്. ഇനി സെൽഫ് ഫിനാൻസിങ് കോളേജുകളാണ് 35,000 സീറ്റുകൾ. കേരളത്തിലെ ഈ 49,600 പ്ലസ് എന്ന് പറയുന്ന ടോട്ടൽ എഞ്ചിനീയറിംഗ് സീറ്റുകളിൽ 35,000-ഉം സെൽഫ് ഫിനാൻസിങ് കോളേജുകളാണ്. ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് പഠിക്കാനാണ് താല്പര്യമെങ്കിൽ നിങ്ങളുടെ മുന്നിലുള്ള കോമ്പറ്റീഷൻ വളരെ കുറവാണ്, നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും. എപ്പോഴാണ് ഇത് പ്രശ്നമായിട്ട് വരുന്നത്? നിങ്ങൾക്ക് ഗവൺമെൻറ് സീറ്റ് തന്നെ വേണം, ഇഷ്ടപ്പെട്ട ബ്രാഞ്ച് തന്നെ വേണം, ഇഷ്ടപ്പെട്ട കോളേജ് തന്നെ വേണം എന്ന് വാശി പിടിക്കുമ്പോഴാണ്, എന്ന് ആഗ്രഹിക്കുമ്പോഴാണ്. അങ്ങനെ നിങ്ങൾക്ക് ഉറച്ച തീരുമാനമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു മാർക്ക് കുറവാണ്, നിങ്ങൾക്ക് റാങ്ക് കുറവാണ്, നിങ്ങളുടെ മുന്നിലുള്ള ഓപ്ഷൻ റിപ്പീറ്റിംഗ് ആണ്. വളരെ എഞ്ചിനീയറിംഗ് ഫീൽഡ് പാഷനേറ്റ് ആയിട്ട് കൊണ്ട് നടക്കുന്നവർക്കുള്ളൊരു ഓപ്ഷനാണ്. ഇനി ഈ 4,050 എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ റാങ്ക് ഒരു 6,000-നകത്ത് 8,000-നകത്ത് വന്നു എന്നിരിക്കാം. ഈ 8,000-നകത്ത് വന്നു എന്ന് പറയുന്ന 8,000 സ്റ്റുഡൻസിൽ ഒരു 1,000 സ്റ്റുഡൻസ് ചിലപ്പോൾ വേറെ സ്ട്രീമിലേക്കോ അല്ലെങ്കിൽ ഈ ഹയർ എഡ്യൂക്കേഷൻ NIT IIT ലെവലിലൊക്കെ പോകുമ്പോൾ കേരളത്തിൽ ആക്ച്വൽ കോമ്പറ്റീഷൻ വരുന്നത് എത്രയാണ്? ഒരു 7,000 അല്ലെങ്കിൽ ഒരു 6,000-നകത്താണ്. ഇതിൽ തന്നെ കാറ്റഗറി റാങ്ക് ലിസ്റ്റ് വരുമ്പം ജനറലിൽ ഉണ്ടാകുന്ന ചാൻസ് ഉള്ളവർ വളരെ കുറവായിരിക്കും. അതിൽ തന്നെ OBC സെപ്പറേറ്റ് വരും. അപ്പോൾ ഈ 4,050 സീറ്റുകളിൽ തന്നെ ഇത്ര പെർസെൻറ്റേജ് OBCക്ക് വേണ്ടി ഉണ്ടാവും, ഇത്ര പെർസെൻറ്റേജ് ജനറൽ സീറ്റുകൾ ഉണ്ടാവും, ഇത്ര പെർസെൻറ്റേജ് ഓരോ കാറ്റഗറിക്കും അലോട്ട് ചെയ്യും. അങ്ങനെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ റാങ്ക് 10,000-നും 15,000-നും ഇടയിലാണ് എങ്കിൽ പോലും ഈ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോയിട്ട് കോളേജുകളെ തിരഞ്ഞുപിടിച്ച് അവിടുത്തെ ലാസ്റ്റ് റാങ്ക് അനാലിസിസ് നോക്കി അവിടെ OBCക്ക് എത്ര പെർസെൻറ്റേജ് സീറ്റ് റിസർവേഷൻ ഉണ്ട്, തൻ്റെ കാറ്റഗറി എന്താണ്, ആ കാറ്റഗറിയിൽ കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക് കട്ട് ഓഫ് എത്രയാണ് എന്നൊന്ന് സ്റ്റഡി ചെയ്ത് നോക്കുക.
നിങ്ങൾക്ക് ഇപ്പോൾ വിചാരിക്കുന്ന നിങ്ങളുടെ ഉള്ളിലുള്ള ഇപ്പോൾ ഉള്ള ടെൻഷൻ ആയിക്കോട്ടെ, ആശങ്ക ആയിക്കോട്ടെ, അഡ്മിഷൻ കിട്ടുമെന്നുള്ളൊരു പേടി ആയിക്കോട്ടെ, ഇതെല്ലാം ഒരു പരിധി വരെ കഴിയും. അതിനുള്ളൊരു സ്ട്രാറ്റജിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. സോ വ്യക്തമായിട്ട് മനസ്സിലാക്കുക, നമ്മുടെ കേരളത്തിൽ ഇത്ര സീറ്റുകളാണ് ഉള്ളത്, ഗവൺമെൻറ് ഇത്ര സീറ്റുകളാണ്, IHRD ഇത്ര സീറ്റുകളാണ്. അതിൽ തന്നെ ആ കോളേജുകളിലെ ലാസ്റ്റ് റാങ്ക് കട്ട് ഓഫ് നോക്കി തൻ്റെ കാറ്റഗറിയുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് തൻ്റെ ചാൻസ് വിലയിരുത്തുക. ഇനി എഞ്ചിനീയറിംഗ് പഠിച്ചാൽ മതി എന്നുള്ളവർക്ക് അഡ്മിഷൻ വളരെ റാങ്ക് കുറവാണ്. ഇപ്പോൾ 30,000 ഒക്കെ റാങ്ക് ആണെങ്കിൽ പോലും ഞാൻ പറയും, നിങ്ങളുടെ മുന്നിൽ എന്താണ് ചില കോഴ്സുകളുണ്ട്. ഇപ്പോൾ ഡയറി ടെക് അങ്ങനെ രീതിയിലുള്ള നമ്മുടെ ഇന്നവേറ്റീവ് ആയിട്ടുള്ള കുറച്ച് കോഴ്സുകളുണ്ട്. കാരണം ഡിമാൻഡ് കുറഞ്ഞ പക്ഷെ വലുതായിട്ട് ആരും എക്സ്പ്ലോർ ചെയ്യാത്ത കോഴ്സുകളാണ്. അപ്പോൾ അതിൻ്റെ സാധ്യതകളോട് മനസ്സിലാക്കാം. ഈ ലാസ്റ്റ് റാങ്കിൽ തന്നെ വളരെ ഉയർന്ന റാങ്ക് കിട്ടിയവർക്ക് പോലും അഡ്മിഷൻ കിട്ടിയ ചില കോഴ്സുകൾ ഉണ്ടാവും. നിങ്ങളുടെ കീം വെബ്സൈറ്റിൽ തന്നെ ഉണ്ടല്ലോ PDF, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കും, ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യാം. അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തായാലും സമയമുണ്ട്. അടുത്ത ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ട് എന്തായാലും ഇപ്പോൾ ഒരു കേസ് നടക്കുകയാണെങ്കിൽ അതിൻ്റെ ഡീല് വരും. അല്ല എങ്കിൽ നിങ്ങളുടെ മുന്നിലേക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ ഡേറ്റ് പോലുള്ള നമ്മുടെ ഈ സിസ്റ്റം പറയാൻ പോലും കുറച്ച് സമയം എടുക്കും. സോ ഈ സമയം നിങ്ങൾ അതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക. എന്താണ്, നിങ്ങളുടെ മുന്നിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. സോ അതിൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ വയ്ക്കാൻ പോകുന്നതിന് മുമ്പ് കുറച്ചുകൂടി ഒരു ബെറ്റർ ക്ലാരിഫിക്കേഷനും ഐഡിയയും നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ്. നിങ്ങൾ തന്നെ സൈറ്റുകളിൽ പോയി മാർക്ക് ചെക്ക് ചെയ്യാണ്, അത് സ്വന്തമായിട്ട് കമ്പയർ ചെയ്യാണ്. നിങ്ങളുടെ എനർജി, നിങ്ങളുടെ കോൺഫിഡൻസ് കൂടും. നിങ്ങൾക്ക് പിന്നീട് അങ്ങോട്ടൊരു ക്ലിയർ പിക്ചർ കിട്ടും. ഏതൊക്കെ കോളേജുകൾ ഏതൊക്കെ ക്രമത്തിൽ വയ്ക്കണമെന്ന് അറിയാൻ പറ്റും. ഇനി നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് കോളേജുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒന്ന് വിളിച്ച് സംസാരിച്ച് നോക്കൂ. അവിടെ പഠിക്കുന്നവരെ കണ്ടെത്താൻ ശ്രമിച്ച് നോക്കൂ. ഹെൽപ്പ് ഡെസ്ക് നമ്പറുകളിലേക്ക് വിളിച്ച് ആ കോളേജിൻ്റെ പെർഫോമൻസ് അതിൻ്റെ വെബ്സൈറ്റ് വഴി മനസ്സിലാക്കാൻ നോക്കൂ. ഇനി ഇതൊന്നുമല്ല ഓപ്ഷൻ, സെൽഫ് ഫിനാൻസിങ് ടോപ്പ് കോളേജുകളുണ്ട്. അവിടെ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ് ഓഫർ ചെയ്യാൻ ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ അത് നല്ലൊരു കരിയർ പാത്തായിട്ട് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കോളേജുകളെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് അവിടുത്തെ കഴിഞ്ഞ വർഷത്തെ പ്ലേസ്മെന്റും ആ രീതിയിലാണെങ്കിൽ നിങ്ങൾ ഈ ഓപ്ഷൻ രജിസ്ട്രേഷന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സെൽഫ് ഫിനാൻസിങ് ഡയറക്റ്റ് ഓൾറെഡി പല കോളേജുകളും വിളിച്ചു കഴിഞ്ഞു. അപ്പോൾ അവരെ ബന്ധപ്പെട്ട് അതിനൊരു അഡ്മിഷന് വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെ നിരവധി ഓപ്ഷൻസ് നിങ്ങളുടെ മുന്നിലുണ്ട്. സോ കീം എഴുതിയ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ഉറപ്പാക്കാൻ ഞങ്ങളും നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ഉറപ്പ് തരികയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഉപകാരപ്രദമായി എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം, ഇത് പരമാവധി നിങ്ങൾക്ക് അറിയാവുന്ന കീം എഴുതിയ വിദ്യാർത്ഥികൾക്കും അത്തരത്തിലുള്ള ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കൂടി ബെനിഫിറ്റ് ആയിക്കോട്ടെ. നമ്മൾ അടുത്ത വീഡിയോകളിലെല്ലാം ടോപ്പ് കോളേജുകളെ കുറിച്ചും വേറെ കുറച്ച് ബ്രാഞ്ചുകളെ കുറിച്ചും ഒക്കെ സംസാരിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, ഞങ്ങൾ റിപ്ലൈ തരുന്നതായിരിക്കും. സോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ തൽക്കാലം നിർത്തുന്നു. ടാറ്റ.